12:30 സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്റ്റേറ്റ് മിഷൻ ടീമും SPM യുടെയൊക്കെ നേതൃത്വത്തിൽ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഒരു സമരം പിൻവലിക്കുന്ന തീരുമാനമാകാത്തതുകൊണ്ടും മന്ത്രിയോട് ചർച്ച ചെയ്യണമെന്ന് അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഇത് 2ാം തവണയാണ് അവരുമായിട്ട് ചർച്ച നടത്തുന്നത്. അവർ സമരം ആരംഭിച്ച് 4ാമത്തെ ദിവസം സ്റ്റേറ്റ് മിഷൻ അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിന്റെ ആ ചർച്ചയിലും മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് 15-ാം തീയതി 10 മണിക്ക് എൻ്റെ ഓഫീസിൽ വെച്ച് അവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിച്ചത് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു. ആദ്യം 15-ാം തീയതി ഞാൻ നടത്തിയ ചർച്ചയിലും സമരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ പറഞ്ഞതെല്ലാം വളരെ അനുഭാവപൂർവ്വം കേട്ടു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1.5 മണിക്കൂറിലധികം 1 മണിക്കൂർ 40 മിനിറ്റ് അത് ഓർക്കാൻ കാരണം 11:30 എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലും കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന അഭ്യർത്ഥനയാണ് അന്നും ഞാൻ അവസാനം പറഞ്ഞത്. അപ്പോൾ അവർ പുറത്തു പോയിട്ട് ആലോചിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പുറത്ത് പ്രഖ്യാപിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്നും ഇക്കാര്യം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. അതിൽ ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലേറ്റവും ഒടുവിലായി ഉന്നയിക്കപ്പെട്ട സംഘടനകളെല്ലാം തന്നെ ഉന്നയിച്ച വിഷയം അതിൽ ഓണറേറിയം നൽകുന്നത് 2 രീതിയിലാണല്ലോ. ഒന്ന്, ഓണറേറിയം സംസ്ഥാനം മാത്രമായിട്ട് നൽകുന്നു. ഇൻസെന്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടി നൽകുന്നു. സംസ്ഥാന സർക്കാർ ആശമാർക്ക് നൽകുന്ന ഓണറേറിയം 7,000 രൂപയാണ്. കേന്ദ്രവും സംസ്ഥാനവും നൽകുന്ന ഫിക്സ്ഡ് ഇൻസെന്റീവ് 3,000 രൂപയാണ്. ആ ഫിക്സ്ഡ് ഇൻസെന്റീവിൽ 1,600 രൂപ കേന്ദ്രവും 1,400 രൂപ സംസ്ഥാനവുമാണ് നൽകുന്നത്. അതുകൂടാതെ ഓരോ സേവനങ്ങൾക്കുമുള്ള ഇൻസെന്റീവും, ഉദാഹരണം പറഞ്ഞാൽ പോളിയോ വാക്സിനേഷൻ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കിയാൽ അത് എൻട്രി ചെയ്യുമ്പോൾ ഒരു ആശയ്ക്ക് ലഭിക്കുന്നത് 75 രൂപയാണ്. അതിലും 60-40%. ഇമ്മ്യൂണൈസേഷൻ സാധാരണ 20 രൂപ. ഇത് കേന്ദ്രമാണ് ഇൻസെന്റീവ് 2006 നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. അപ്പോൾ സംഘടനകളെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഈ ഓണറേറിയം നൽകുന്നതിനൊരു മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു. 2017 ഉത്തരവായിരുന്നു അത്. അപ്പോൾ മാനദണ്ഡങ്ങൾ ഇല്ലാതെ 10 മാനദണ്ഡങ്ങളാണ്. അത് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആശ ഫെഡറേഷൻ 6-ാം തീയതി ഒരു രാപ്പകൽ സമരം നടത്തി. 7-ാം തീയതി അവർ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 5-ാം തീയതി 6-ാം തീയതിയോ 6-നോ 7-നോ എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നു. 7-ാം തീയതി SMDയുടെ പ്രൊസീഡിംഗ്സ് ഇറക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ കഴിയുമോ, അത് ഞാൻ നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മാനദണ്ഡം പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞു. 7-ാം തീയതി തന്നെ SMD പ്രൊസീഡിംഗ്സ് ഇറക്കിയിരുന്നു. ഇവർ 10-ാം തീയതിയാണ് സമരം തുടങ്ങുന്നത്. 14-ാം തീയതിയോ 15-ന് എൻ്റെ അടുത്ത് ഇവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഈ ടെക്നിക്കൽ കമ്മിറ്റി ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പ്രപ്പോസൽ നൽകണമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ചർച്ചയിലും ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ആശമാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആവശ്യമുണ്ടായ സാഹചര്യത്തിൽ ആ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായി. അത് നമ്മൾ നടപ്പിലാക്കി. ആ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കാലയളവിൽ 2023 ആശമാരുടെ പ്രവർത്തനങ്ങൾ സ്ട്രക്ചേർഡായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഫീൽഡിലുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകളുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് അത് ഇറക്കുകയുണ്ടായി. അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ആശമാർ 26,125 പേരാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട്
400 450 ആശമാരാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് 2 വർഷം മുൻപ് നമ്മളിതൊരു പരിശോധന നടത്തി. നമ്മുടെ ആശമാർക്ക് കാസ്പ് വഴിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ 26,125 പേരിൽ 13,000 പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു. ഈ ലിസ്റ്റ് അയക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി, നാഷണൽ ഹെൽത്ത് ഏജൻസി NHAക്ക് ഈ ലിസ്റ്റ് 13,000 പേരുടേതും അയച്ചു കൊടുത്തു. അത് എൻട്രി ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു. 1.5 വർഷം മുൻപ് നമ്മൾ അയച്ചു കൊടുത്തതാണ്. ഈ സമീപ കാലയളവിലും അത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര NHAയുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്ന ഈ ആശയവിനിമയത്തിന് പക്ഷേ നമുക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല. ആ 13,000 പേരും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടാൽ സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം 1,600 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ അതിൽ 9% താഴെ 150 കോടിയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത്. പക്ഷെ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആശമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. അങ്ങനെയുണ്ടോ? ദേശീയ ഗൈഡ് ലൈന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളതാണ്, പോപ്പുലേഷൻ സർവേ. പക്ഷെ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. ഓരോ വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ഡിജിറ്റൈസ് ചെയ്ത്. ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും. ഡിജിറ്റൈസ് ചെയ്തു, അത് പേപ്പർ സൂക്ഷിക്കേണ്ട. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പരിശോധിച്ചോളൂ. അങ്ങനെ ദേശീയ ഗൈഡ് ലൈനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്ന് 1ാം വേവിന്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. 2021 ഏപ്രിലാണ് 2ാം വേവ് തുടങ്ങുന്നത്. 2021 നവംബർ മാസം 17-ാം തീയതി 17-11-2021 സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ, ഒരു പ്രൊസീഡിംഗ്സിൽ അതിന്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അതിന്റെ അവസാന ഭാഗം 17-11-2021 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതായത് മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളതിന് ഭാഗികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇന്നത്തെ ചർച്ചയിൽ സ്റ്റേറ്റിന് പറയാനുള്ളത് ആദ്യമേ തന്നെ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടു. അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞതിൽ 2 ആവശ്യങ്ങൾ, അവര് 21,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതും, 2 അവർ എക്സിറ്റ് ആകുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത്. അപ്പോൾ അത് അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും കേട്ടതിന് ശേഷം ഞാൻ ACS സംസാരിച്ചു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് മിഷനിൽ നിന്ന് സംസാരിച്ചു, SMD സംസാരിച്ചു, SPM ഇടയ്ക്ക് സംസാരിച്ചു. അതിനുശേഷം ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൽ ഇത്രയും
ഏറ്റവും നല്ലൊരു നിലപാടെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. നമ്മളപ്പോൾ അതിനൊരു പ്രോഗ്രഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. 2016 അതിനു മുൻപുള്ള സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഉൾപ്പെടെ കൊടുത്തു തുടങ്ങുകയും പിന്നീട് 7000 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാസ്പിൽ അവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ഇനി കൂട്ടരുതെന്നുള്ള നിലപാടല്ല. നമുക്ക് ഈ വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓണറേറിയം സ്റ്റേറ്റ് നൽകുന്നതാണ്. അതോടൊപ്പം പക്ഷേ ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം. സമരം അവസാനിപ്പിക്കുകയും അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിൽ എന്താണ് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തു പോവുകയും ചെയ്യും എന്നുള്ളത് അവരെ അറിയിക്കുകയുണ്ടായിരുന്നു. അതിൽ ഈ പിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച കാര്യവും അവർ പറഞ്ഞു. മറ്റ് 1-2 സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഉത്തരവുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ 40 അവരുടെ SPM അത് വിശദമായിട്ട് പറയും. ഞാനത് പറയുന്നില്ല. അപ്പോ അവർ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്നതാണ്. കാരണം അവരുടെ അന്നത്തെ മാക്സിമം ഏജ്, പിന്നെ അവരുടെ എക്സിറ്റ് ഏജും കൂടെ കണക്കിലാക്കുമ്പോൾ ഏതാണ്ട് ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവർ എക്സിറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ നമുക്കങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ ചർച്ചയിൽ അവരോട് വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, ഒന്ന്, ആശമാരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സർക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. 2, അതോടൊപ്പം തന്നെ ഇപ്പോൾ വുമൺ വോളണ്ടിയർ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോഴും അതിനുള്ള ബെനിഫിറ്റ് ഉൾപ്പെടെ പറയുമ്പോഴും സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്ന് ആശാപ്രവർത്തകരെ മാറ്റുകയും അത് സംബന്ധിച്ച് ഗൈഡ് ലൈനിൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഈ ആഴ്ച തന്നെ ഞാൻ പോയി കണ്ട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ കേന്ദ്രം നൽകുന്നതല്ല ഇൻസെന്റീവ് എന്നുള്ളത് കൂടി കാണണം. കേന്ദ്രം മാത്രം നൽകുന്നതല്ല കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ഗവൺമെന്റ് 100 രൂപ കേന്ദ്രം കൂട്ടിയാൽ 60 രൂപ കേന്ദ്രവും 40 രൂപ സംസ്ഥാനവുമാണ്. ഇത് ഞാൻ ഇപ്പോഴല്ല ആവശ്യപ്പെടുന്നത്. ഞാൻ പുതിയ കേന്ദ്ര മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ഡൽഹിയിൽ പോയി ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് നിങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിലുള്ളവരോടും ഞാൻ ഈ വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഈ ആഴ്ച തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് ഞാനൊരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോകാം. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്ട്രക്ചേർഡ് ആക്കുന്നതിന് വേണ്ടി ഉള്ള ആശമാരുടെ ഗൈഡ് ലൈനിൽ ആവശ്യമായ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞു, സേവന മാനദണ്ഡമല്ല അവരുടെ, അതായത് ഡെഫിനിഷൻ തന്നെയാണ്, അതായത് നിർവചനം തന്നെ വുമൺ വോളണ്ടിയർ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം സ്റ്റേറ്റിന് മാറ്റാം, പക്ഷെ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഗൈഡ് ലൈനിലുള്ളത്. അതെ, അപ്പൊ ആ ഗൈഡ് ലൈനിലുള്ള അക്കാര്യത്തിൽ ഉൾപ്പെടെ മാറ്റം വരണം എന്നുള്ളതും ഇൻസെന്റീവ്സ് വർധന ഉണ്ടാകണം എന്നുള്ളതും ആവശ്യപ്പെടാമെന്നുള്ളത് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒന്ന്, സ്റ്റേറ്റിന് ഒരു എതിർ നിലപാടില്ല, ഇനി കൂട്ടില്ല എന്നുള്ള നിലപാടില്ല. ഇനിയും കഴിയുന്ന രീതിയിൽ അത് കൂട്ടണം എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യം. 2, അടിസ്ഥാനപരമായി ഇപ്പോൾ പല തൊഴിലുകളും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു കണക്ക് പറയുന്നത്. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. കേന്ദ്ര സ്കീമാണ് ആശ പ്രവർത്തകരുടേത്. അപ്പം അതുകൊണ്ട് ആ നിലയിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളത് പറയുകയുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഈ നേരത്തെ മാനദണ്ഡം സംബന്ധിച്ച കാര്യങ്ങളിലെ ഉത്തരവിറങ്ങിയത് പറഞ്ഞല്ലോ, എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടതാണ്. അതുകൂടാതെ വിരമിക്കൽ പ്രായം സംബന്ധിച്ച് നേരത്തെ സ്റ്റേറ്റ് മിഷൻ ഒരു 62 വയസ്സെന്നുള്ളത് ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അപ്പൊ അന്ന് എല്ലാ സംഘടനകളും, അതിൽ CITUവിന്റെ സംഘടനയും INTUCന്റെ സംഘടനയും STUവിന്റെ സംഘടനയും ഒക്കെ തന്നെ അന്ന് അത് പറ്റില്ല എന്ന നിലപാടെടുത്തിരുന്നു.
ഈ സംഘടനയും ആശാ അസോസിയേഷൻ അവരും അതിൽ SUCIയുടെ സംഘടനയും റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 62 വയസ്സ് എന്നുള്ളത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. അന്ന് കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. വലിയൊരു സർക്കുലർ, അതാണ് ഈ സർക്കുലർ. കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ഒരു സെന്റൻസ് മാത്രമാണിത്. അപ്പം അത് ഫ്രീസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരാളും 62 വയസ്സിൽ എക്സിറ്റായി കേരള സംസ്ഥാനത്ത് പോയിട്ടില്ല ഇതുവരെ. 62 വയസ്സ് കഴിഞ്ഞവർ ആശാപ്രവർത്തകരായിട്ടും ഉണ്ട്. അത് ഗവൺമെന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ അതിലൊരു ഉത്തരവ് വേണം. ശരി, എല്ലാ സംഘടനകളുടെയും റെപ്രസെന്റേഷനിൽ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ആശാ ഫെഡറേഷനുണ്ട്, അതോടൊപ്പം തന്നെ INTUCന്റെ റെപ്രസെന്റേഷനുണ്ട്, STUവിന്റെ റെപ്രസെന്റേഷനുണ്ട്, ലീഗിന്റെ STUവിന്റെ റെപ്രസെന്റേഷനുണ്ട്, ഇവരുടെ റെപ്രസെന്റേഷനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടെക്നിക്കലി അങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കൂടി ഉണ്ടാകും. ഇക്കാര്യവും ഇന്നത്തെ മീറ്റിംഗിൽ അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 62 വയസ്സ് കഴിഞ്ഞ ഒരാളും പ്രവർത്തിക്കാതിരിക്കുന്നില്ല, ഒരാളെ എക്സിറ്റായി പോയിട്ടില്ല. ഒരാളെ കാസർഗോഡ് അങ്ങനെ ഒറ്റ കേസ് ഉണ്ടായപ്പോൾ അതിലിടപെട്ടുകൊണ്ട് അന്നാണ് നമ്മൾ നിർദ്ദേശം നൽകിയത് പാടില്ല എന്നുള്ളത്, അതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതും സ്റ്റേറ്റ് മിഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഞാൻ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരും സംസാരിച്ചു. പറഞ്ഞത് നമ്മുടെ ആശാ പ്രവർത്തകർ അവർ ഈ നിലയിൽ ഇവിടെ ഇങ്ങനെ സമരം ചെയ്ത് അവരെ ദുരിതത്തിലാക്കരുത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് എടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള നിലപാടാണ്. ഇത് പറ്റില്ല എന്നുള്ളൊരു നിലപാടല്ലല്ലോ, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ അത് ഇത്ര വേണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു ഗവൺമെന്റിന് ഒരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. ആശമാരുടെ സംഘടനകൾ ആശമാർ എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ ആരോഗ്യ വകുപ്പ് എല്ലാ കാര്യങ്ങളിലും അതിൽ നിലപാടെടുത്ത് തന്നെ പോയിട്ടുമുണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാട് അവരെ അറിയിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു, ദയവായിട്ട് നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറണം. നമുക്കതിന് ശേഷം നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കാം. അത് സർക്കാരിന്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇതിൽ ഈ സർക്കാരാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ സർക്കാർ തന്നെയായിരിക്കും ചെയ്യുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അവര് നിങ്ങളെ തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അവര് നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കൂടി ഞാൻ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കൂടി എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം ഉപദേശിക്കാൻ 4-ാം ദിവസം വിളിച്ചത് പിന്നെ എന്തിനായിരുന്നു? 4-ാം ദിവസവും 5-ാം ദിവസവും വിളിച്ചത് എന്തിനായിരുന്നു? അന്ന് ചർച്ച നടത്തിയത് എന്തിനായിരുന്നു? ഒരു ജനാധിപത്യപരമായിട്ടുള്ള സമരം നടക്കുമ്പോൾ ആ സമരത്തോടൊരു ജനാധിപത്യ സർക്കാർ ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അന്നും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായിട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് അന്നത് ചർച്ചയിൽ പങ്കെടുത്തത്. ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ കേൾക്കണം. നിങ്ങളൊരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഏത് ഗവൺമെന്റാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്, ഏത് ഗവൺമെന്റാണ് ഏറ്റവും, അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ചെയ്യാൻ കഴിയുള്ളൂ, തീർച്ചയായിട്ടും ചെയ്യും എന്ന നിലപാടെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് 4-ാം ദിവസം സ്റ്റേറ്റ് മിഷൻ ചർച്ചയ്ക്ക് വിളിച്ചതാണ്. 14-ാം തീയതി 15-ാം തീയതി ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള തെറ്റായ പ്രചരണം നടന്നു. അതൊന്നും സാരമില്ല, അതൊന്നും പ്രശ്നമുള്ളതല്ല, സത്യം മറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 15-ാം തീയതി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആണ് ചർച്ചയ്ക്ക് സ്റ്റേറ്റ് മിഷൻ വിളിച്ചത്. അതിന് തുടർച്ചയായിട്ടാണ് ഞാനും ചർച്ചയ്ക്ക് വിളിച്ചത്. വളരെ വിശദമായി ചർച്ച ചെയ്തു. അവരുന്നയിച്ച ഇപ്പോൾ ഒരു PHCയിൽ 25 ദിവസം ആശ വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്, വീടുകൾ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻ ഇല്ല. ഏതെങ്കിലും മേഖലയിലോ പ്രദേശത്തോ ഒരു ആരോഗ്യ കേന്ദ്രമൊക്കെ കേന്ദ്രീകരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതിപ്പെടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട്, പഞ്ചായത്ത് തലത്തിലുണ്ട്, ജില്ലാ തലത്തിൽ സമിതിയുണ്ട്, സ്റ്റേറ്റ് തലത്തിലും പരാതിപ്പെടാം. അതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഓവർ ബേർഡൻഡ് ആകുന്നുണ്ടെങ്കിൽ ദേശീയ ഗൈഡ് ലൈന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോ
അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ മീറ്റിംഗിൽ ഓപ്പണായി ചോദിച്ചതാണ്. അപ്പം അങ്ങനൊരു കാര്യം ഇല്ല എന്നുള്ളത് പറയുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിശോധിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഇടപെടാമല്ലോ. ഇപ്പൊ ഇങ്ങനെ ആശ്രമാർ ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റേറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടാം. പരാതികൾ ഉണ്ടെങ്കിൽ, വ്യക്തിപരമായ പരാതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം. അതെല്ലാം വളരെ ഓപ്പണായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അത് ഞാൻ 4ാമത്തെ ദിവസം ചർച്ച ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, 5ാം ദിവസം ഉണ്ട്. അപ്പൊ ഞാനിത് 2ാം തവണയാണ് ഞാൻ വിളിക്കുന്നത്. നേരത്തെ സ്റ്റേറ്റ് മിഷൻ വിളിച്ചു. അപ്പൊ ഇതിൽ ബാക്കി ഇവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും വളരെ അനുകൂലമായ നിലപാടാണ്. ഇതിലും അനുകൂലമായ നിലപാടാണ്. നിങ്ങൾക്ക് തരില്ല, ഞങ്ങൾ ഇത്രയും തന്നിട്ടുണ്ടല്ലോ, തരില്ല എന്ന നിലപാടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആശാപ്രവർത്തകരുടെ ഒരു വിഷയം, ഇവിടെ സമരത്തിലുള്ള ഒരാളുടെ വിഷയം ഞാൻ ഇങ്ങനെ മീഡിയയിലൂടെ ഉണ്ടെന്ന് ഒരാളുടെ ശ്രദ്ധയെ നിർത്തിയപ്പോൾ ഞാൻ SHOയോട് ചോദിച്ചു, ഇൻഷുറൻസ് ഉണ്ടോ? സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്, സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്, കാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു കൺസേൺ ഉള്ള ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അങ്ങനെ അല്ലാതെ എന്ത് പ്രചരണങ്ങൾ നടത്തുന്നുണ്ടാവാം, പക്ഷെ നമ്മുടെ സത്യം ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്. 38ാമത്തെ ദിവസം അല്ല, 4ാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചു. 4ാമത്തെ ദിവസം, 5ാമത്തെ ദിവസം മന്ത്രിതലത്തിൽ ചർച്ച നടത്തി. അന്നും വളരെ ഇതായിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു, ഇന്നും അഭ്യർത്ഥിച്ചു, ദയവായിട്ട് നിങ്ങൾ കേൾക്കണം, ദയവായി ഇതിൽ ഈ 2 കാര്യങ്ങളുമാണ്. 21,000 രൂപ എന്നുള്ളത് ഇപ്പോഴുള്ളത് 21,000 രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ അതിലൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് കൂടി ഉണ്ടായി വരും. ഒരു ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകർക്ക്, ഒരു ദിവസം അല്ലെ 2 ദിവസം ഫീൽഡിൽ പോകുന്ന ആശാപ്രവർത്തകയ്ക്ക് 10,000 രൂപ എൻഷ്യൂർഡാണ് ഈ മാനദണ്ഡങ്ങൾ കൂടി പിൻവലിച്ചതോടുകൂടി. അതായത് 7,000 രൂപ ഓണറേറിയം, 3,000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ്. ആ ഒരു ലിസ്റ്റ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇതിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഞാൻ ഈ പച്ച മാർക്ക് ചെയ്തതെല്ലാം അതിൽ കാണാനായിട്ട് കഴിയും. ഞാൻ വ്യക്തിപരമായിട്ടുള്ള അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന വ്യക്തിക്ക് ഇത്രയുമാണ് അവർ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ല, ഇതിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഈ കാര്യം ഇതിൽ മാത്രമല്ല, നേരത്തെ തന്നെ എല്ലാ സംഘടനകളും ഇതിൽ ഓണററി വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ സർക്കാരിന്റെ മുന്നിലുള്ള വിഷയമാണ്. നമുക്ക് ധനവകുപ്പുമായിട്ട് ആശയം നടത്തുന്നുണ്ട്. അപ്പൊ അത് നമ്മളുടെ ഒരു തുടർച്ചയായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഗവൺമെന്റിൽ. അതുകൊണ്ടാണ് ഇക്കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഇതിൽ സർക്കാർ കൺസേൺഡ് ആണ്, ഇനിയും ഉയർത്തണം എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ പറ്റി 21 ഇപ്പം ലഭിക്കുന്ന ഒരു തുക 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയും, ഇപ്പൊ നമ്മളൊരു അതിനോടൊപ്പം തന്നെ അത് സമയബന്ധിതം എന്നുള്ള നിലയിൽ ഇന്ന സമയം മുതൽ കൊടുക്കാന്ന് വെച്ചാൽ നമുക്കൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ നിലയിൽ അത് സാധിക്കുന്നില്ല. പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്നുള്ളത് അതാണല്ലോ ഗവൺമെന്റ് പരിശോധിക്കുന്നത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതുവരെ നമ്മൾ നല്ല നിലപാടെടുത്തു പോന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ചെയ്യും. അല്ല, ഇത് അവരോട് പറഞ്ഞല്ലോ, അതാ ഇക്കാര്യം സർക്കാരിന്റെ പരിഗണനയിലുള്ള വിഷയമാണ്. അതെങ്കിലും ഉൾക്കൊണ്ട് അതൊരു മന്ത്രി പറയുന്നു, ഒരു മുഴുവൻ ഓഫീസേഴ്സും, അഡീഷണൽ ചീഫ് സെക്രട്ടറി, സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഓഫീസേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് NHMന്റെ ഇവിടുത്തെ സ്റ്റേറ്റ് മിഷന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ വിനയ് ഗോയൽ IAS ആണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇത് സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ഡോക്ടർ ബിജോയ്. അപ്പോൾ ഇങ്ങനെ മുഴുവൻ ടീമും ഇരുന്നിട്ടാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം മിനിറ്റ്സ് ഉള്ളതാണ്. അപ്പൊ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിന്റെ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. ഇത് പറ്റില്ല എന്നോ പരിഗണിക്കില്ലോ അങ്ങനെയോ അല്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അതിൽ പിന്നെ ആശ്രമാർ പൊതുവിൽ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് എന്താണ്, നമുക്ക് 2023-24 നമ്മുടെ ഈ ഒരു വിതരണത്തിൽ പൊതുവായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ആ കേന്ദ്രത്തിൽ നിന്നുള്ള ഇൻസെന്റീവ് പൂർണ്ണമായിട്ട് മുടങ്ങിപ്പോയൊരു സാഹചര്യത്തിലാണ്, കേന്ദ്രവിഹിതം മുടങ്ങിപ്പോയ സാഹചര്യം. പക്ഷെ അപ്പോഴും ധനവകുപ്പ് അത് നമുക്ക് നൽകിയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളത് തിരിച്ചു പിടിച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരാൻ വളരെ
താമസിക്കുന്നതാണ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ജൂൺ മുതലെങ്കിലും നമുക്കത് കൊടുത്ത് നല്ല മാസം ആദ്യം തന്നെ കൊടുക്കുന്ന നിലയിൽ പോകാൻ കഴിയും എന്നുള്ളത് പറയുകയുണ്ടായി. ഇക്കാര്യങ്ങൾ പറഞ്ഞു ജൂൺ മാസം മുതൽ കൊടുക്കാൻ കഴിയും. കാരണം നമ്മൾ ആ പ്രതിസന്ധിയെ പരിഹരിച്ച് മുന്നോട്ട് വരികയാണ്. സ്റ്റേറ്റ് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന 2 മാസം നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം താമസിക്കും. അപ്പോൾ നമുക്കൊരു പ്രശ്നം നേരിട്ടേക്കാം. എന്നാലും ഡയറക്ടർ പരമാവധി നോക്കാമെന്നുള്ളത് പറഞ്ഞിരുന്നു. ജൂൺ മാസം മുതൽ സംഘടനകൾ ഉന്നയിക്കുന്ന മറ്റൊരാവശ്യമാണ് അവർക്ക് മാസം ഒരു 10-ാം തീയതിക്കോ 5-ാം തീയതിക്കോ ഒക്കെ ഇത് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിൽ പരമാവധി സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നൊക്കെ ചെയ്യാം. പക്ഷെ 2 രീതിയിലാണല്ലോ. ഒന്ന് ഓണറേറിയം, ഇത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്, അതിന്റെ സ്റ്റേറ്റ് ഷെയർ, ഇൻസെന്റീവിന്റെ സ്റ്റേറ്റ് ഷെയർ, അങ്ങനെയാണ്. അപ്പോൾ അത് പരമാവധി എന്താണെന്നുള്ളത് നേരത്തെയും അവരോട് മുൻപും ചർച്ചയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇന്ന് ഞാൻ വീണ്ടും ഓർമ്മിക്കും. അത് ഭയങ്കര നിർഭാഗ്യകരമാണ്. കാരണം നമ്മൾ വളരെ വളരെ നിർഭാഗ്യകരമാണ്. അതവർക്ക് ബോധ്യപ്പെട്ടു. ഞാനിപ്പോ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. ഈ 2 കാര്യങ്ങളാണല്ലോ പ്രശ്നം. ബാക്കി ഒരു പ്രചരണം കേരളത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആശമാർ തന്നെ പറയണമല്ലോ. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലയിടത്ത്, പക്ഷെ ചില നിർബന്ധമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഗൈഡ് ലൈൻ അങ്ങനെ ഇല്ല. നമുക്ക് സ്റ്റേറ്റ് അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടില്ല. അങ്ങനെയുള്ളവരിൽ നമ്മൾ ഇടപെടാം. പൊതുവായി സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയമാണ്. അതിൽ CITU-ന്റെയും INTUC-യുടെയും STU-ന്റെയും ഒക്കെ സംഘടനകളും ആശാ അസോസിയേഷൻ SUCI-യുടെ ഒക്കെ സംഘടനകളൊക്കെ അതിൽ പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയുണ്ടോ പരിശോധിച്ചിട്ട് പറയൂ, നമ്മൾ ഇടപെടാം എന്നുള്ളത് പറയുകയുണ്ടായി. അപ്പൊ അതിൽ നിലപാട് വളരെ കൃത്യമാണ്. അദ്ദേഹം ഞാൻ ആദ്യം പോയി കണ്ടപ്പോഴും അദ്ദേഹം ഒന്നാമത്തെ അജണ്ട ഇതായിരുന്നു. അന്ന് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സ് പറഞ്ഞു, ഈ 10-20 വർഷമായിട്ട്, 19 വർഷമായിട്ട് ഇൻസെന്റീവിൽ ₹1 പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ഓഫീസേഴ്സ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡെഫിനറ്റ്ലി വി വിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വി വിൽ സോൾവ് ദ ഇഷ്യൂ, വി ക്യാൻ ഡെഫിനറ്റ്ലി ബ്രിങ് എ ഹൈക്ക് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവാണ്. അത് അന്നും എന്നോട് പ്രതികരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാനായിട്ട് പോകുന്നത്. അത് ഞാൻ അന്നും പറയുകയുണ്ടായി. അദ്ദേഹത്തെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഡൽഹിയിലെ മീഡിയയോടും പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കാണുകയും അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യാം. പരിഹരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടാണല്ലോ പറയുന്നത്. നമ്മൾ ഇതിൽ നിലപാടെടുക്കാതെ 2006-ലെ സ്ഥിതിയിലല്ല കേരളം മുന്നോട്ട് പോകുന്നത്. 2006-ലെ സ്ഥിതി അല്ല കേരളത്തിലുള്ളത്. കേരളം കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതെല്ലാം ഇതിലും നോക്കിയാലും പറയാം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സാമൂഹ്യമായിട്ട് എംപവർ ചെയ്യിപ്പിക്കുന്നതിനുള്ള നടപടികൾ അതിന്റെ ഭാഗത്തെടുക്കുന്നു. അപ്പോൾ അത് രണ്ടായിട്ട് തന്നെ കാണണം. നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്യുമെന്ന് പറയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. തീർച്ചയായിട്ടും. കാരണം അവര് ഇപ്പോൾ 25,500 പേരും 600 പേരും അപ്പുറം ഫീൽഡിലുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഒരാഴ്ചയിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമാണ്. അതുകൊണ്ടാണ് അന്നും പറഞ്ഞു 14-നും 15-നും ചർച്ച ചെയ്തു. 15-ലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ ചർച്ചയിലും ഇന്നും ഞാൻ പറഞ്ഞു, അത് വിഷമമുള്ള കാര്യമാണ്. ദയവായിട്ട് അതിൽ നിന്ന് പിൻവാങ്ങണം. സ്റ്റേറ്റ് കൂട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ, നമുക്കത് ചെയ്യാം. നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു റെക്കോർഡ് അതിപ്പോൾ ചോദിച്ചല്ലോ, അവിടെയും പറയുന്നു ഇവിടെയും. അവിടെ പറയുന്നതല്ല, നമ്മൾ കൂട്ടാതിരുന്നിട്ട് അല്ല, നമ്മൾ അത് വർദ്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ല, സർക്കാരിനെ വിശ്വസിക്കുന്ന ഭൂരിഭാഗം ആശ്രമാരുണ്ട്. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കും സർക്കാർ. ഭൂരിപക്ഷം ആശ്രമാരും സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം സർക്കാർ. സമരം നടത്തുന്ന ആശാവർക്കർമാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ്. അനുഭാവപൂർണമായി ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാം,
അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറയുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. എത്ര രൂപ വർദ്ധിപ്പിക്കാം, ഓണറേറിയം എത്ര തുകയായി ഉയർത്താം എന്നത് സംബന്ധിച്ച് വിഷയങ്ങളിൽ വ്യക്തതയില്ല എന്ന് തന്നെ വേണം ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ആദ്യം സമരം അവസാനിപ്പിക്കൂ, അതിനുശേഷം ചർച്ച ചെയ്യാം. 7,000 രൂപ എന്നത് 21,000 രൂപയാക്കി ഉയർത്തുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ന്യായമായ ആവശ്യമാണോ എന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും എത്ര സർക്കാരിന് ഉയർത്താം, എത്ര വരെ പോകാം എന്നത് സംബന്ധിച്ച് മന്ത്രി മാധ്യമങ്ങളോടും ഒന്നും പറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സമരപ്പന്തലിൽ നിന്ന് ഡാനും ചേരുന്നുണ്ട്. ഡാൻ, മന്ത്രിയുടെ വാക്കുകളിലും ഇതെല്ലാം പരിഹരിക്കാം, അല്ലെങ്കിൽ ചർച്ച ചെയ്യാം, എല്ലാവരും ഒരുമിച്ചിരിക്കാം എന്നതിനപ്പുറത്ത് എവിടം വരെ സർക്കാരിന് പോകാൻ പറ്റും, എത്ര രൂപ വരെ ഉയർത്തി നൽകാൻ പറ്റും, ഇതിലൊന്നും മന്ത്രിയും ഒരു വ്യക്തതയും വരുത്തുന്നതായി ഇത്രയും സമയം നീണ്ട വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഈ സമരക്കാർ ഇപ്പോൾ പറയുന്നത്? അഭിലാഷ, പേരിനൊരു ചർച്ച മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആശാ വർക്കർമാർ ഈ സമരം 3ാം ഘട്ടത്തിലേക്ക് അതുമായി മുമ്പോട്ട് പോവുകയാണെന്ന് ഇപ്പോൾ ഈ സമരവേദിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്കായിരിക്കും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് കൂടിയായ MA ബിന്ദു ഉൾപ്പെടെ 3 പേർ ഇവിടെ നിരാഹാരം ആരംഭിക്കുക. ഓരോ ദിവസം നിരാഹാരം കിടക്കുന്നവരുടെ എണ്ണം കൂടി വരും. അത്തരത്തിലാണ് അവർ ഈ സമരം അതുമായി ബന്ധപ്പെട്ട ഒരു സംഘാടനമൊക്കെ നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ 3 പേരായിരിക്കും സമരത്തിൽ പങ്കെടുക്കുക. തുടർന്ന് അങ്ങോട്ടുള്ള പ്രതിഷേധം ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? നാളെ 3 പേർ, തുടർന്ന് ഓരോ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ, അങ്ങനെയായിരിക്കുമോ? തീർച്ചയായും നമ്മൾ നാളത്തേക്ക് 3 പേരെ നിശ്ചയിച്ചിട്ടുണ്ട്. 50-ലേറെ ആശമാര് നിരാഹാരത്തിന് വേണ്ടി പേര് തന്നിട്ടുണ്ട്. നറുക്കിട്ടെടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഒരാൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം വന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ആൾ നിരാഹാരത്തിലേക്ക് പ്രവേശിക്കും. ഞങ്ങൾ വെച്ച ഡിമാൻഡുകളിൽ നിന്ന് 1 ഇഞ്ച് പോലും ഇനി പിന്നോട്ടില്ല. കാരണം അവർ മന്ത്രിസഭ കൂടി തീരുമാനിക്കട്ടെ. ഇത് 2 വട്ടം വിളിച്ച് ഞങ്ങൾ ആക്ഷേപിച്ച് അയക്കും പോലെ ആയിപ്പോയത്. ആക്ഷേപിക്കാൻ ശ്രമിച്ചത് ആരാണ്? അല്ല, അവര് ഇങ്ങനെ എന്തോ പറയുമല്ല, പുഞ്ചിരി കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ആശാമാരാണ്, സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡുകളാണ് അംഗീകരിക്കേണ്ടത്. അതിൽ ഒന്നുപോലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾ നൽകിയോ? ഞങ്ങൾ സൂചന കൊടുത്തു. അവർക്ക് ഇത്രയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി റോസമ്മ ചേച്ചി ചോദിച്ചു, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ചിരിച്ചോണ്ട് നിന്നതല്ലാതെ ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ച്, എങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യണം, ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ആലോചിച്ച് മന്ത്രിസഭ തീരുമാനം എടുത്തിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചർച്ച നടക്കുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങളിനി? നടക്കണം. പിന്നെ ഞങ്ങൾ എന്തിനാ 38 ദിവസം ഇവിടെ മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഇവിടെ ഇത്രയും അമ്മമാര് കഷ്ടപ്പെട്ട് ഞങ്ങൾ 2 മാസത്തെ വേതനം പോലും ഞങ്ങൾക്ക് ചെയ്ത ജോലിക്ക് പോലും തരാത്ത രീതിയിൽ, അതായത് ഫെബ്രുവരി 10 ഞങ്ങൾ സമരം പ്രഖ്യാപിക്കുന്നു, രാപ്പകൽ സമരം. 9-ാം തീയതി വരെ ഞങ്ങൾ എല്ലാ വർക്കും ചെയ്തതാണ്. അതിനുള്ള പൈസ പോലും ഞങ്ങൾക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം? അപ്പൊ ഇത് ശക്തമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും 1 ഇഞ്ച് പിന്നോട്ടില്ല. മരിക്കാൻ വരെ തയ്യാറായിട്ടാണല്ലോ നിരാഹാരം കിടക്കേണ്ടി വരുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അഭിലാഷ് അവരുടെ പ്രതികരണം. വലിയൊരു സമരത്തിന്, അതായത് ആദ്യഘട്ടത്തിൽ അവർ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ കുത്തിയിരുന്നു കൊണ്ടാണ് പ്രതിഷേധിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള, സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള 2ാം ഘട്ട സമരത്തിലേക്ക് കടന്നു. തുടർന്ന് അവിടെ വെച്ച് തന്നെയാണ് 3ാം ഘട്ടത്തിൽ ഈ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് എന്ന സൂചന കഴിഞ്ഞ ദിവസം നൽകിയത്. അതിനിടയിലാണ് NHM ഡയറക്ടറും അതോടൊപ്പം ആരോഗ്യമന്ത്രിയും രാവിലെയും ഉച്ചകഴിഞ്ഞുമായി ആശാ വർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ 2 ഘട്ടങ്ങളിലായി നടന്ന ചർച്ചയിലും ഒരു തരത്തിലും ഒത്തുതീർപ്പിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനങ്ങളോ സൂചനകളോ ഇല്ലാതെ വന്ന പശ്ചാത്തലത്തിലാണ് സമരവുമായി മുമ്പോട്ട് പോകാനുള്ള ആശാ വർക്കർമാരുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി മറ്റ് സംഘടനകളിൽപ്പെട്ട ആശമാർ അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അറിയിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എന്ത് യാഥാർത്ഥ്യമാകും സംഭവിക്കുക, അതിലെന്താകും ഇനി ഉണ്ടാകാൻ പോകുക, അതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ കാണാൻ കഴിയൂ. നാളെ രാവിലെ 11 മണിക്കായിരിക്കും ഈ സമരവേദിയിൽ 3 ആശാ വർക്കർമാർ, അതിന്റെ സംസ്ഥാന തല നേതാവ് ഉൾപ്പെടെ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരം കടുപ്പിക്കുക. സമരം ശക്തമാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിപ്പിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിയുമായി നേരിട്ട് നടത്തിയ ചർച്ചയിലടക്കം ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നാണ് സമരക്കാർ പറയുന്നത്. ഇത്രയും തുക നൽകാൻ സാധിക്കില്ല, അതായത് 7,000 എന്നത് 21,000 ആക്കി ഉയർത്താനാവില്ല എന്ന
നിലപാട് ആരോഗ്യമന്ത്രി സ്വീകരിക്കുമ്പോൾ പിന്നെ എത്ര വരെ ഉയർത്താമെന്ന ചോദ്യത്തിന് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായില്ല. ഇനി മന്ത്രിസഭ തീരുമാനിച്ച് എത്ര രൂപ വരെ ഉയർത്താം എന്നതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം ചർച്ചയ്ക്ക് വിളിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് ആശാവർക്കർമാരുടെ നിലപാട്. നാളെ മുതൽ നിരാഹാര സമരം കൂടി അവർ ആരംഭിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. ഒമ്പത് മാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ മടങ്ങിയെത്തി. പുലർച്ചെ 3:27 മെക്സിക്കൻ ഉൾക്കടലിൽ ആയിരുന്നു ഡ്രാഗൺ പേടകത്തിന്റെ സ്പ്ലാഷ് ഡൗൺ. പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച 4 യാത്രികരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ദൗത്യം വിജയിച്ചതിൽ സ്പേസ് എക്സിനെയും ഇലോൺ മസ്കിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. ട്രംപിനോടും നാസയോടും മസ്ക് നന്ദിയും പറഞ്ഞു. ദൗത്യം സമ്പൂർണ്ണ വിജയമായിരുന്നുവെന്ന് നാസ വിശദീകരിച്ചു. ലോകമാകെ കാത്തിരുന്ന നിമിഷം. നമ്മൾ ഇന്ത്യക്കാർ ഉറക്കമൊഴിച്ച് ഇമചിമ്മാതെ നോക്കിയിരുന്നു. പുലർച്ചെ 3:24 സ്പ്ലാഷ് ഡൌണിന് മുന്നോടിയായി പാരഷൂട്ടുകൾ ആകാശത്ത് ചിറകുവിടർത്തി. നിമിഷങ്ങൾ എണ്ണി ലോകം. മാനവരാശിക്കാകെ അപ്പോൾ ഒരൊറ്റ ആകാശം. ആ ആകാശത്ത് നിന്ന് ഇന്ത്യയുടെ അഭിമാനമായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെട്ട 4 അംഗ സംഘമടങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ പതിച്ചു. നിശ്ചയിച്ചതിൽ അണുവിട തെറ്റാതെ 3:27 സ്പ്ലാഷ് ഡൗൺ. കടൽ പരപ്പിൽ ഇറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവി സീലിന്റെ ബോട്ട്. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധന. തുടർന്ന് 3:55 MV മേഗൻ റിക്കവറി ഷിപ്പിലേക്ക് പേടകം മാറ്റി. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ അപ്രതീക്ഷിത അതിഥികളായി 2 ഡോൾഫിനുകളും. 4:08 പേടകത്തിന്റെ വാതിൽ തുറന്നു. 10 മിനിറ്റിന് ശേഷം യാത്രികരെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിച്ചു. ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് പിന്നിട്ട 9 മാസത്തിന്റെ പ്രതിഫലനങ്ങൾ ശരീരത്തിലുള്ളതിനാൽ പ്രത്യേക സ്ട്രെച്ചറിൽ പുറത്തേക്ക്. ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ്, പിന്നെ അലക്സാണ്ടർ ഗോർബനേവ്. സ്പേസ് എക്സ് ക്രൂ 9 ദൌത്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ ഇവരാണ് മടങ്ങിവരവിൽ ഡ്രാഗൺ ഫ്രീഡം പേടകത്തെ നിയന്ത്രിച്ചത്. തൊട്ടു പിന്നാലെ നമ്മളെല്ലാം കാത്തിരുന്ന ആ പുഞ്ചിരി കൈവീശിയെത്തി. സുനിത വില്യംസ്, ഇന്ത്യയുടെ കൂടി അഭിമാനം. നാലാമതായി ബുച്ച് വിൽമോർ. നിശ്ചയിച്ചതിനേക്കാൾ 278 ദിവസം കൂടുതൽ ബഹിരാകാശത്ത് തങ്ങി 4577 തവണ ഭൂമിയെ വലം വെച്ച് 195 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചുള്ള മടക്കം. പ്രോട്ടോകോൾ പ്രകാരം 4 പേരെയും നാസയുടെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റി. ഇനിയുള്ള കുറച്ചു നാളുകൾ മെഡിക്കൽ നിരീക്ഷണത്തിൽ. ചരിത്രത്തിന്റെ ഭാഗമായ 4 പേരെയും നാസ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും നാസയ്ക്കും നന്ദി പറഞ്ഞ് വൈറ്റ് ഹൌസും സ്പേസ് എക്സിനും നാസയ്ക്കും ഡൊണാൾഡ് ട്രംപിനും നന്ദി പറഞ്ഞ് മസ്കും. അമേരിക്കയുടെ മുന്നോട്ടു പോക്കിലെ ഏറ്റവും നിർണായകമായ കൂട്ടുകെട്ടിനു കൂടി ഇന്ന് ബഹിരാകാശവും ഭൂമിയും സാക്ഷിയായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 9 മാസങ്ങൾക്ക് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികരായി സുനിത വില്യംസും ബുച്ച് വിൽമോറും സന്തോഷത്തോടെ കൈവീശിയാണ് പേടകത്തിൽ നിന്നും ഇറങ്ങിയത്. ചുറ്റിലും കൂടിയവർ 4 പേരെയും സ്വീകരിച്ചത് കയ്യടികളോടെ ആയിരുന്നു. സുരക്ഷിതമായി കപ്പലിൽ എത്തിയ പേടകത്തിലെ റിക്കവറി 30 മിനിറ്റിനകമാണ് പൂർത്തിയാക്കിയത്. ഇന്നലെ രാവിലെ സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ 9 മോഡ്യൂൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപ് ഏകദേശം 15000 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പേടകത്തിൽ നിന്ന് സോളാർ പാനൽ അടക്കമുള്ള ട്രങ്ക് ഭാഗം വിട്ടുമാറി. ഇന്ത്യൻ സമയം പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ജ്വലനം തുടങ്ങി. ട്രങ്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് കത്തിയമർന്നു. 2:49 ഡി ഓർബിറ്റ് ജ്വലനം പൂർത്തിയായി. 2:54 ഡി ഓർബിറ്റ് ബേൺ വിജയകരമായി പൂർത്തിയാക്കി.
2:57 നോസ്കോൺ അടയ്ക്കൽ പൂർത്തിയായി. പേടകം അതിവേഗം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 15 മിനിറ്റ് ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് വേഗം കുറച്ചു. പിന്നെ പതിയെ നിയന്ത്രിതമായ നിലയിൽ അന്തരീക്ഷത്തിലേക്ക്. പുലർച്ചെ 3:11 ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സൂളിൽ നിന്ന് ഭൂമിയിലേക്ക് സന്ദേശമെത്തി. തുടർന്ന് പേടകത്തിന്റെ വേഗം പതിയെ കുറഞ്ഞു. പിന്നാലെ 3:24 സ്പ്ലാഷ് ഡൌണിനായുള്ള പാരച്യൂട്ടുകൾ തുറന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 പേടകവുമായി ഫ്ലോറിഡ തീരത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് 4 പാരച്യൂട്ടുകളും സാവധാനം പറന്നിറങ്ങി. Whether it be Crew 12 as the next flight or Starliner, we're also looking at some options for Starliner should we need to. കടൽ പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യമെത്തിയത് നേവി സീലിന്റെ ബോട്ട്. പിന്നീട് 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധന. ശേഷം 3:55 പേടകത്തെ MV മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. (4:10) പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:17 പേടകത്തിനകത്ത് നിന്ന് ആദ്യത്തെ അംഗം കമാൻഡർ നിക് ഹേഗ് പുറത്തിറങ്ങി. We can see folks on board clapping as our first crew member. And that is NASA astronaut Nick Hague, commander of Crew 9. 4:20 അലക്സാണ്ടർ ഗോർബനേവ് പുറത്തേക്ക്. 4:21 മൂന്നാമതായി സുനിത വില്യംസ് പുറത്തിറങ്ങി. ചിരിയോടെ ചുറ്റുമുള്ളവരെ അഭിവാദ്യം ചെയ്ത് സുനിത. That is none other than Sunny Williams. Big smile, big waves. 4:22 നാലാമതായി ബുച്ച് വിൽമോറും പുറത്തേക്ക്. 4:25 യാത്രികരെല്ലാവരും പുറത്തിറങ്ങി. 4 പേരും പുറത്തിറങ്ങിയത് നിറഞ്ഞ ചിരിയോടെ. ചുറ്റിലും കൂടിയവർ സ്വീകരിച്ചത് കയ്യടികളോടെ. പിന്നീട് ഇവരെ പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. Once again, some elation and cheers there from Butch Wilmore, as we mentioned before. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോകം കാത്തിരുന്ന സന്തോഷ വാർത്തയായിരുന്നു ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 സംഭവിച്ചത്. അഭിമാനവും സന്തോഷവും ഇരട്ടിയാക്കി ഈ നിമിഷത്തെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ലോകവും ലോക നേതാക്കളും. സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലെത്തിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിനന്ദനം വന്നു. ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും പ്രശംസ. ഡൊണാൾഡ് ട്രംപ് നൽകിയ ഉറപ്പ് പാലിച്ചെന്നായിരുന്നു വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. ഒപ്പം നാസയ്ക്കും സ്പേസ് എക്സിനും അഭിനന്ദനവും. സ്പേസ് എക്സിനെയും നാസയെയും അഭിനന്ദിക്കുകയായിരുന്നു ഇലോൺ മസ്ക്. ഒപ്പം ദൌത്യത്തിന് ഉറച്ച പിന്തുണ നൽകിയ ഡൊണാൾഡ് ട്രംപിന് നന്ദിയും. 4 പേരും സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ അത്യന്തം സന്തോഷമെന്ന് നാസയും അറിയിച്ചു. ഇന്ത്യക്കും അഭിമാനമാണ് ഈ ദൌത്യ വിജയം. സന്തോഷവും അഭിമാനവും വാനോളം ഉയർത്തുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. അചഞ്ചലമായ ദൃഢനിശ്ചയം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കും. അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച എല്ലാവരിലും അഭിമാനം. ഇച്ഛാശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതുചരിത്രമെന്നും ഹൃദയാഭിവാദ്യങ്ങളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വീണ്ടും ശശി തരൂരിന്റെ മോദി പ്രശംസ. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയാണ് തരൂർ രംഗത്തെത്തിയത്. പ്രസ്താവന വിവാദമായതോടെ പുകഴ്ത്തൽ രാഷ്ട്രീയമായി കാണരുത് എന്ന വിശദീകരണവുമായി തരൂർ രംഗത്ത് വന്നു. ഡൽഹിയിൽ നടന്ന റൈസിന ഡയലോഗ്സിലാണ് തരൂരിന്റെ മോദി പ്രശംസ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയാണ്. 2 രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ വ്യക്തമാക്കി. let down a number of the principles that we've always stood for since independence. I'm pleased to say that India's position did evolve to the point where these principles are now being advocated regularly by India. It was interesting that finally Prime Minister Modi in Samarkand
said directly in front of the world's cameras, this is not an era for war, Mr. President, which is as clear a message. And as recently as November, Jaishankar, the foreign minister, was in Moscow, and he kept talking about the vital importance of peace and dialogue and so on. So I'd say that India in its own way is pushing for a solution. പ്രസ്താവന വൻ വിവാദമായതോടെ പതിവ് പോലെ വിശദീകരണവുമായി തരൂർ രംഗത്ത് വന്നു. തന്റെ പ്രസ്താവന രാഷ്ട്രീയമായി മാത്രം കാണരുത്. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കേട്ടോ. ഇതിൽ തീരെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല. തുടർച്ചയായി മോദി സ്തുതികൾ നടത്തി പാർട്ടിയെ തരൂർ പ്രതിസന്ധിയിലാക്കാറുണ്ട്. അടുത്തിടെ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയങ്ങളെ പുകഴ്ത്തി നിലപാടെടുത്തത് വൻ വിവാദമായിരുന്നു. തരൂരിന്റെ പുതിയ മോദി സ്തുതിയോട് കരുതലോടെയാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ പ്രതികരണം. ന്യൂസ് 18 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച ശശി തരൂരിനെ അഭിനന്ദിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇതൊരു തുടക്കം മാത്രമാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വൈകാതെ മോദിയെ പ്രകീർത്തിക്കും. വൈകാതെ രാഹുൽ ഗാന്ധിക്ക് അർബൻ നക്സലിസത്തിന്റെ കൊടിയുമായി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായി യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. ഷിബിലയുടെ കഴുത്തിലേറ്റ കുത്താണ് മരണകാരണം എന്ന് വ്യക്തമായി. യാസിറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷിബിലയുടെ അച്ഛൻ അബ്ദുറഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊല നടത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി വീട്ടിൽ എത്തിയത് എന്ന് ദൃക്സാക്ഷി പറഞ്ഞു. സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ യാസിറിന്റെ കുടുംബത്തിനും പങ്കുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. എന്നാൽ ഷിബിലയുടെ പിതാവിന്റെ വാശിയാണ് സംഭവത്തിന് പിന്നിൽ എന്ന് യാസിറിന്റെ കുടുംബം ആരോപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അബ്ദുറഹ്മാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അബ്ദുറഹ്മാനെ ഐസിയുവിൽ നിന്നും വാർഡിലേക്ക് മാറ്റി. ഭാര്യയുടെ ആരോഗ്യനിലയും മെച്ചപ്പെട്ടു. സ്ഥിരമായ ലഹരിക്കടിമയാണ് യാസിറെങ്കിലും കൃത്യം നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. പ്രേമവിവാഹം നടത്തിയ യാസിറും ഷിബിലിയും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഷിബിലി പരാതി നൽകിയതിനെ തുടർന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും സർട്ടിഫിക്കറ്റുകൾ കൈമാറാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇന്നലെ ഉച്ചയോടെ യാസിർ ഷിബിലിയുടെ വീട്ടിലെത്തി സർട്ടിഫിക്കറ്റുകൾ കൈമാറി. തുടർന്ന് വൈകിട്ടെത്തി സലാം ചൊല്ലി പിരിയാമെന്ന് അറിയിച്ചു. നോമ്പർ തുറന്നതോടെ യാസിർ എത്തുകയും വീടിന് പുറത്തേക്ക് വലിച്ചിഴച്ച് കുത്തുകയുമായിരുന്നു. തടയാൻ ചെന്ന നാട്ടുകാരന് നേരെയും ഇയാൾ കത്തിവീശി. ഞാൻ വരുമ്പോ അവളെ ബ്ലഡ് വൈകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എന്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവന്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പോൾ ഈ സൈക്കിള് കാറിന്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. ഭാര്യയുമായി ബന്ധം ഏർപ്പെടുത്തുന്നതിൽ യാസിറിന് പൂർണ്ണ താൽപര്യമില്ലായിരുന്നുവെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത മുൻ വാർഡ് മെമ്പർ വർഗീസ് പറഞ്ഞു. എന്നാൽ യാസിറിൽ നിന്നും കടുത്ത പീഡനമാണ് ഷിബിലിക്ക് നേരിടേണ്ടി വന്നത്. 3 വയസ്സുള്ള കുട്ടിയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ച് ഷിബിലിയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നതായും വർഗീസ് പറഞ്ഞു. നീ അങ്ങോട്ട് പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീന്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് ഇവനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വരാതെ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു. ഷിബിലിയുടെ പിതാവാണ് നിലവിലെ സംഭവവാസങ്ങൾക്ക് കാരണമെന്നാണ് യാസിറിന്റെ കുടുംബത്തിന്റെ ആരോപണം. ചെറിയ സൗന്ദര്യപ്പിണക്കം മാത്രമായിരുന്നു ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്നത്. 2 ദിവസത്തേക്കെന്ന് പറഞ്ഞാണ് ഷിബിലി വീട്ടിലേക്ക് പോയത്. പിന്നീട് കുടുംബത്തിന്റെ പ്രേരണയിൽ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഭാര്യയും കുട്ടിയും കാണാൻ പിതാവ് അനുവദിക്കാഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നതായും യാസിറിന്റെ അമ്മ സാബിറ പറഞ്ഞു. തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോളെ വാപ്പയമ്മയൊക്കെ പറഞ്ഞിക്ക് വന്നില്ല, തിരിച്ചു വെട്ടിയില്ല. പിന്നെ 2-3 പോക്ക് വേഗം പോയപ്പോ ഒക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനെയാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റൂസുണ്ട് എന്ന ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ വന്നില്ല. കുറ്റകൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ യാസിറിനെ ഇന്നലെ അർദ്ധരാത്രിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിനടുത്തായിരുന്നു നാട്ടുകാർ ഇയാളെ കണ്ടെത്തിയത്. അബ്ദുറഹ്മാനെ വകുവരുത്താനാണ് യാസിർ ആശുപത്രി പരിസരത്ത് എത്തിയതെന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ഭാര്യാപിതാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഈങ്ങാപ്പുഴയിലെത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂരിൽ 4 മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ 12 വയസ്സുകാരിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. കുട്ടി ഇന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്യും. ഇതിനു മുന്നോടിയായി ശിശുക്ഷേമ സമിതിക്ക് മുമ്പിലും പെൺകുട്ടിയെ ഹാജരാക്കുന്നുണ്ട്. പെൺകുട്ടിയെ ഇനി വിശദമായി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആണ് അന്വേഷണ സംഘം. ഇടുക്കി മറയൂരിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊലപ്പെടുത്തി. മറയൂർ
ചെറുവാട് സ്വദേശി ജഗൻ ആണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ അരുണിനെ മറയൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം എന്നും ജഗൻ മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ആൾ ആണ് എന്നും പോലീസ് പറഞ്ഞു. മദ്യപിച്ചെത്തിയ ഇയാൾ മാതൃസഹോദരിയെ വെട്ടുകത്തിയുമായി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതോടെ അരുണും ജഗനുമായി തർക്കമുണ്ടായി. തർക്കത്തിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ജഗന് വെട്ടേറ്റു എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം ഉളിയക്കോവിലിൽ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം എന്ന് പോലീസ്. കൊലപാതകത്തിനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതി തേജസ് രാജ് നടത്തിയത്. കൃത്യം നടത്തിയ ശേഷം തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കാൻ ശ്രമിച്ചത് യാദൃച്ഛികമല്ല എന്നും പോലീസ് പറയുന്നു. അതേസമയം കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. തുയ്യം ഇടവക സെമിത്തേരിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാനെതിരെ മാതാവ് ഷെമിയുടെ നിർണായകമായ മൊഴി. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നതായി സംഭവ ദിവസം കടം നൽകിയവരിൽ ഒരാൾ വീട്ടിൽ വന്ന് അധിക്ഷേപിച്ചതോടെ അഫാന് പ്രകോപനം ഉണ്ടായി എന്നുമാണ് കിളിമാനൂർ പോലീസിന് ഷെമി നൽകിയ മൊഴി. കൂട്ട ആത്മഹത്യക്കാണ് തയ്യാറെടുത്തത് എന്നും ഷെമി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് ശേഷം ആദ്യമായാണ് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമി മകനെതിരെ പോലീസിന് മൊഴി നൽകിയത്. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്നാണ് വെളിപ്പെടുത്തൽ. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. സംഭവം നടന്ന ഫെബ്രുവരി 24-ന് 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. പണം ചോദിച്ച് ബന്ധു വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപം നേരിട്ടു. അഫാന് ഇത് സഹിച്ചില്ലെന്നാണ് ഷെമിയുടെ മൊഴി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫാൻ ആദ്യം കഴുത്തിൽ ഷാൽ മുറുക്കിയ ശേഷം തല ചുവരിലിടിപ്പിക്കുകയായിരുന്നു. ഇതോടെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അഫാൻ പുറത്തു പോയ ശേഷം തിരികെ വന്നാണ് ചുറ്റിക കൊണ്ട് ആക്രമിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി പറഞ്ഞു. മക്കളുമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനായി ഇളയ മകനെ കൊണ്ട് യൂട്യൂബിൽ വീഡിയോകൾ കാണിക്കുമായിരുന്നുവെന്നും ഇവർ പോലീസിനോട് വെളിപ്പെടുത്തി. അതേസമയം ഭർത്താവ് അബ്ദുൾ റഹീം അറിയാതെയുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയുടെ കാരണം എന്താണെന്നതിൽ ഷെമി വ്യക്തമായ മറുപടി നൽകിയില്ല. കട്ടിലിൽ നിന്നും വീണപ്പോൾ സംഭവിച്ചതെന്നായിരുന്നു ഇന്നലെ രാവിലെ വരെ ഷെമി പറഞ്ഞിരുന്നത്. അതിനിടെ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് കിളിമാനൂർ CI മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു പുതിയ വിവരം നൽകിയത്. അഫാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേസിൽ ഷെമിയുടെ മൊഴി നിർണായകമാകും. 3 കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഷെമിയുടെ മൊഴി വരും ദിവസങ്ങളിലും രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമയിലെ നഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവിട്ട നിർമ്മാതാക്കളുടെ സംഘടന റിലീസ് ചെയ്ത 17 സിനിമകളിൽ 11 എണ്ണവും നഷ്ടമാണ്. ഫെബ്രുവരിയിലെ കണക്കുകളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടത്. രണ്ടാം തവണയാണ് സിനിമയിലെ നഷ്ടക്കണക്ക് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്നത്. റിലീസ് ചെയ്ത 17 സിനിമകളിൽ 11 എണ്ണവും നഷ്ടം. ഫെബ്രുവരി പുറത്തിറങ്ങിയ സിനിമകളുടെ നിർമ്മാണ ചെലവ് 75 കോടിയിലധികമാണ്. ഇതിൽ തിരിച്ചു കിട്ടിയത് 23 കോടി 55 ലക്ഷം മാത്രമാണെന്നും അസോസിയേഷൻ പുറത്തുവിട്ട കണക്ക് പറയുന്നു. ഓരോ സിനിമയുടെയും ബജറ്റും കളക്ഷൻ തുകയുമുണ്ട്. അതായത് ഒരു സിനിമയ്ക്ക് പോലും ചെലവഴിച്ച തുക തിയേറ്ററിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് അർത്ഥം. 1 കോടി 60 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ലൗഡെയിൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപ മാത്രം. മുടക്കുമുതലിന് തൊട്ടടുത്തെത്താനായത് കുഞ്ചാക്കോ ബോബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് മാത്രം. 5 കോടിയിലധികം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച നാരായണിയുടെ 3 ആൺമക്കൾ നേടിയത് 13 ലക്ഷം. 8 കോടി രൂപ മുതൽ മുടക്കിയ ബ്രോമൻസ് നേടിയത് പകുതി മാത്രമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 8,290 രൂപ, പവൻ 66,320. 18 ക്യാരറ്റ് ഗ്രാമിന് 6,840, പവൻ 54,720. വെള്ളി ഗ്രാം 112 രൂപ, കിലോ 1,12,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇന്നിപ്പോൾ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 MG രേണുക ചേരും. നമസ്കാരം.